നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രിയക് ജാനു ശീർഷാസനം. ത്രിയക് ജാനു ശീർഷാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാലുകൾ നീട്ടി വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ വലത്തെ കാല് മടക്കി ഇടത്തെ തൈസിന് സൈഡിലായിട്ട് വെക്കണം. എന്നിട്ട് സാവധാനത്തിൽ തിരിഞ്ഞ് നിങ്ങളുടെ വലത്തെ മുട്ടിനെ ഫേസ് ചെയ്തിരിക്കുക. അതേസമയം നിങ്ങളുടെ ഇടത്തെ കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം, ടോസ് മുകളിലോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വശത്തേക്ക്. ഈ ഒരു പോസ്റ്ററിൽ 20 സെക്കൻഡ് നേരം മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ണുകൾ അടച്ചു. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ നിവർന്നു വരിക. കൈകൾ റിലീസ് ചെയ്ത് തിരിഞ്ഞ് വലത്തെ കാലും നിവർത്തി ഇരിക്കുക. 2 കാലുകളും അകത്തി കൈ പുറകിൽ വെച്ച് കണ്ണടച്ചിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. വലത്തെ വശവും ഇടത്തെ വശവും ശ്രദ്ധിക്കുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് കാലുകൾ ചേർത്ത് വെച്ച് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് നമ്മളുടെ ഇടത്തെ വശത്തേക്ക് ചരിയുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ വലത്തെ വശത്തേക്കും ചരിയണം. 2 സൈഡിലായിട്ട് ചെയ്താൽ മാത്രമേ ഈ ആസനം പൂർണ്ണമാകൂ. ഇപ്പോൾ നമ്മൾ ചെയ്ത ത്രിയക് ജാനു ശീർഷാസനം മെയിനായിട്ടും ലിവർ കംപ്ലയിൻസിനും ലിവർ ഡിസോർഡേഴ്സ് എന്തോ ആയിക്കോട്ടെ, SGOT, SGPT ഹൈ ആയാലും സാരമില്ല, അല്ലെങ്കിൽ ഒരു സിറോസിസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിലും കുഴപ്പമില്ല. ഫാറ്റി ലിവറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ അനീമിക് കണ്ടീഷൻ, വളർച്ച വരിക, രക്തക്കുറവ്, അസിഡിറ്റി എന്നീ അസുഖങ്ങൾക്കും ഈ ത്രിയക് ജാനു ശീർഷാസനം വളരെ നല്ലതാണ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് കണ്ടു, അത് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ കണ്ടു. ഇത് നമ്മൾ റെഗുലറായിട്ട് നമ്മളുടെ ഷെഡ്യൂളിൽ പ്രാക്ടീസ് ചെയ്യണം. നമസ്തേ.